നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആയുർവേദാചാര്യൻ PK വാര്യർ അന്തരിച്ചു. വിടവാങ്ങിയത് ആയുർവേദത്തിന്റെ മഹിമയെ ലോകമാകെ പടർത്തിയ വ്യക്തിത്വം. മുഖ്യമന്ത്രി, രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. സംസ്കാരം വൈകിട്ട് കോട്ടക്കലിലെ കുടുംബ ശ്മശാനത്തിൽ സർക്കാരിന്റെ പൂർണ്ണ ബഹുമതികളോടെ നടന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യത്തൊഴിലാളികൾ കടൽ പോകുന്നതിന് വിലക്ക്. വികസന കാര്യങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഫുട്ബോൾ ടീം അംഗങ്ങളെപ്പോലെ ഒരുമിച്ച് നിൽക്കണമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. ശക്തമായ കാറ്റിലും മഴയിലും ആൽമരച്ചില്ല കെട്ടിടത്തിന് മുകളിലേക്ക് മുറിഞ്ഞു വീണു. കൂട്ടായി കോതപ്പറമ്പിൽ ശനിയാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. കൂട്ടായി കോതപ്പറമ്പിൽ റോഡിന് ഭീഷണിയായി ആൽമരങ്ങൾ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്നതായി പരാതി. സംസ്ഥാനത്ത് ഇന്ന് 14,087 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,31,682 സാമ്പിളുകളാണ് പരിശോധിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. ആയുർവേദത്തെ ജനകീയമാക്കിയ ആയുർവേദാചാര്യൻ PK വാര്യർക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് കോട്ടക്കലിലെ സ്വവസതിയിൽ വെച്ചായിരുന്നു അന്ത്യം. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:25 മരണം സംഭവിച്ചത്. വൈകിട്ട് കോട്ടക്കലിലെ കുടുംബ ശ്മശാനത്തിൽ സർക്കാരിന്റെ പൂർണ്ണ ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. PK വാര്യരുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. പന്നിയമ്പള്ളി കൃഷ്ണൻകുട്ടി വാര്യർ എന്ന PK വാര്യർ ശ്രീധരൻ നമ്പൂതിരിയുടെയും കുഞ്ചി വാരസ്യാരുടെയും ഇളയ മകനായി 1921 ജൂണിലാണ് ജനിച്ചത്. കോട്ടക്കൽ ഗവൺമെന്റ് രാജാ സ്കൂളിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. വൈദ്യപഠനം പൂർത്തിയാക്കിയത് വൈദ്യരത്നം PS വാര്യർ ആയുർവേദ കോളേജിലാണ്. 1942 സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാനായി പഠനം ഉപേക്ഷിച്ചെങ്കിലും പിന്നീട് പഠനം പൂർത്തീകരിക്കുകയായിരുന്നു. PK വാര്യരുടെ ജ്യേഷ്ഠ സഹോദരനായ P മാധവ വാര്യർ 1953 ഒരു വിമാനാപകടത്തിൽ മരിച്ചതിനെ തുടർന്ന് PK വാര്യർ ആര്യവൈദ്യശാലയുടെ ചുമതല ഏറ്റെടുത്തു. 1999 പത്മശ്രീയും 2010 പത്മഭൂഷണും നൽകി രാജ്യം PK വാര്യരെ ആദരിച്ചു. ഓൾ ഇന്ത്യ ആയുർവേദിക് കോൺഫറൻസ് ആയുർവേദ മഹർഷി സ്ഥാനം, ധന്വന്തരി പുരസ്കാരം, സംസ്ഥാന സർക്കാരിന്റെ അഷ്ടാംഗരത്നം പുരസ്കാരം, ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് അവാർഡ്, പതഞ്ജലി പുരസ്കാരം, ശ്രീ അച്യുതമേനോൻ അവാർഡ്, കാലിക്കറ്റ് MG സർവകലാശാലകളുടെ ഓണററി ഡോക്ടറേറ്റ് എന്നിവയും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കോട്ടക്കൽ ആയുർവേദശാലയുടെ കീഴിലുള്ള ധർമാശുപത്രി, അലോപ്പതി ശാഖ, റിസർച്ച് വാർഡ്, ഔഷധത്തോട്ടം, പ്രസിദ്ധീകരണ വിഭാഗം, ആയുർവേദ ഗവേഷണ കേന്ദ്രം തുടങ്ങിയവയെല്ലാം PK വാര്യരുടെ ദീർഘവീക്ഷണത്തിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ്. പരേതയായ മാധവിക്കുട്ടി വാര്യസ്യാരാണ് ഭാര്യ. ഡോക്ടർ K ബാലചന്ദ്ര വാര്യർ, പരേതനായ K വിജയവാര്യർ, സുഭദ്ര രാമചന്ദ്രൻ എന്നിവർ മക്കളും, രാജലക്ഷ്മി, രതി വിജയൻ വാര്യർ, KV രാമചന്ദ്രൻ വാര്യർ എന്നിവർ മരുമക്കളുമാണ്. സംസ്കാരം സംസ്ഥാന ബഹുമതികളോടെ നടക്കും. ആയുർവേദത്തിന്റെ പെരുമ ലോകം മുഴുവൻ എത്തിച്ച ആയുർവേദാചാര്യനാണ് വിടവാങ്ങിയത്. ആയുർവേദത്തിനും രോഗസൗഖ്യത്തിനും വേണ്ടി മനുഷ്യജീവിതം മാറ്റിവെച്ച PK വാര്യർ എന്ന വലിയ വൈദ്യന്റെ ജീവിതരേഖ. 1921 തലപ്പണത്ത് ശ്രീധരൻ നമ്പൂതിരിയുടെയും കുഞ്ചി വാരസ്യാരുടെയും 6 മക്കളിൽ ഇളയവനായി പന്നിയമ്പള്ളി കൃഷ്ണൻകുട്ടി വാര്യർ എന്ന PK വാര്യരുടെ ജനനം. ഇടവമാസത്തിലെ കാർത്തിക നക്ഷത്രത്തിലായിരുന്നു ആയുർവേദത്തെ ഇത്രമേൽ ജനകീയമാക്കിയ ആയുർവേദാചാര്യൻ ജനിച്ചത്. കോട്ടക്കൽ രാജാസ് ഹൈസ്കൂളിൽ തുടങ്ങി PS വാര്യർ ആയുർവേദ കോളേജിലെ വൈദ്യ പഠനം വരെയാണ് പഠന കാലഘട്ടം. ആയുർവേദ കോളേജിലെ പഠനത്തിനിടെ സ്വാതന്ത്ര്യ സമരത്തിൽ ആവേശം കൊണ്ട് പഠനം ഉപേക്ഷിച്ചു. 1942 അത്. പിന്നീട് കുറച്ചുകാലം ക്വിറ്റ് ഇന്ത്യ സമരമടക്കമുള്ള സമരങ്ങളിലും വിപ്ലവ ചിന്തകളിലുമൊക്കെയായി PK വാര്യരുടെ ജീവിതം. വലിയമാവൻ വൈദ്യരത്നം PS വാര്യരിൽ നിന്നും കിട്ടിയ ആയുർവേദ പാരമ്പര്യം തന്നെയാണ് തന്റെ വഴി എന്ന് തിരിച്ചറിഞ്ഞ PK വാര്യർ ഏറെ വൈകാതെ തന്നെ പഠനത്തിലേക്ക് തിരിച്ചെത്തുകയും വൈദ്യപഠനം പൂർത്തിയാക്കുകയും ചെയ്തു. വൈദ്യപഠനം പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ 24-ാം വയസ്സിൽ കോട്ടക്കൽ ആയുർവേദശാല ട്രസ്റ്റി ബോർഡിൽ അംഗമായതും മറ്റൊരു നിയോഗം. ആയുർവേദശാലയുടെ മാനേജിംഗ് ട്രസ്റ്റിയായിരുന്ന ജ്യേഷ്ഠൻ PM വാര്യർ വിമാനാപകടത്തിൽ മരിച്ചതിനെ തുടർന്ന് 1953 PK വാര്യർ ആയുർവേദ വൈദ്യശാലയുടെ സാരഥ്യം ഏറ്റെടുത്തു. പിന്നീട് കണ്ടത് കോട്ടക്കൽ ആയുർവേദശാല പ്രസ്ഥാനത്തിന്റെ അഭൂതപൂർവമായ വളർച്ചയായിരുന്നു. ആയുർവേദത്തെ ആഗോളതലത്തിൽ സ്വീകാര്യമാക്കുന്നതിനായി PK വാര്യർ നടത്തിയ പ്രവർത്തന
പ്രവർത്തനങ്ങൾ ആയുർവേദത്തിന്റെ ചരിത്രത്തിലെ രേഖപ്പെടുത്തലുകളാണ്. ധർമാശുപത്രിയിലെ അലോപ്പതി ശാഖ, റിസർച്ച് വാർഡ്, ഔഷധത്തോട്ടം, ആയുർവേദ ഗവേഷണ കേന്ദ്രം, പ്രസിദ്ധീകരണ വിഭാഗം എന്നിവയെല്ലാം PK വാര്യരുടെ ദീർഘവീക്ഷണത്തിന്റെ ഉദാഹരണങ്ങളാണ്. പ്രതിവർഷം 5 ലക്ഷത്തിലധികം രോഗികൾക്ക് സൗഖ്യമേകുന്ന ആതുര സേവനത്തിൽ 2000-ലധികം പേർ നേരിട്ട് ജോലി ചെയ്യുന്നുണ്ട്. 1999 PK വാര്യർക്ക് പത്മശ്രീയും 2010 പത്മഭൂഷണും നൽകി രാജ്യം ആദരിച്ചു. ധന്വന്തിരി പുരസ്കാരം, സംസ്ഥാന സർക്കാരിന്റെ അഷ്ടാംഗരത്നം പുരസ്കാരം, ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് അവാർഡ്, പതഞ്ജലി പുരസ്കാരം, C. അച്യുതമേനോൻ അവാർഡ്, കാലിക്കറ്റ് MG സർവകലാശാലകളുടെ ഓണററി ഡോക്ടറേറ്റ് എന്നിവ PK വാര്യരെ തേടിയെത്തിയ ബഹുമതികളിൽ ചിലതു മാത്രം. കേരള ആയുർവേദ മണ്ഡലം, അഖിലേന്ത്യാ ആയുർവേദ കോൺഗ്രസ് എന്നിവയുടെ അധ്യക്ഷനായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. സ്മൃതിപർവം എന്ന പേരിൽ രചിച്ച ആത്മകഥയ്ക്ക് സംസ്ഥാന സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു. കവി പരേതയായ മാധവിക്കുട്ടി വാര്യസാരാണ് ഭാര്യ. മക്കൾ ഡോക്ടർ ബാലചന്ദ്രൻ വാര്യർ, പരേതനായ K. വിജയൻ വാര്യർ, സുഭദ്ര രാമചന്ദ്രൻ തുടങ്ങിയവർ മക്കളും, രാജലക്ഷ്മി, രതി വിജയൻ വാര്യർ, KV രാമചന്ദ്രൻ വാര്യർ എന്നിവർ മരുമക്കളുമാണ്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കനത്ത മഴ ചൊവ്വാഴ്ച വരെ തുടരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ശക്തമായ കാറ്റിനും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട്. അതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നത് വിലക്ക് ഏർപ്പെടുത്തി. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ അളവിൽ മഴ ലഭിച്ച പ്രദേശങ്ങളിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ താഴ്ന്ന പ്രദേശങ്ങൾ, നദീതീരങ്ങൾ, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചൽ സാധ്യതയുള്ള മലയോര പ്രദേശങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കണം. ഉച്ചയോടുകൂടി ആരംഭിക്കുന്ന ശക്തമായ ഇടിമിന്നലോട് കൂടിയ വേനൽ മഴ സംസ്ഥാനത്ത് തുടരുകയാണ്. ഇടിമിന്നലും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ സംസ്ഥാനത്ത് ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുള്ള ഇടിമിന്നൽ, ശക്തമായ കാറ്റ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കുക. ഇടിമിന്നൽ സമയത്ത് പുറത്തിറങ്ങുന്നത് കർശനമായി ഒഴിവാക്കുക. കെട്ടിടങ്ങൾക്കകത്തോ വാഹനങ്ങൾക്കുള്ളിലോ സുരക്ഷിതമായി തുടരുക. 2018, 2019, 2020 വർഷങ്ങളിൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചൽ, വെള്ളപ്പൊക്കം എന്നിവ ഉണ്ടായ മേഖലകളിൽ ഉള്ളവർ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വിദഗ്ധ സമിതിയുടെയും അപകട സാധ്യത മേഖലകൾ അഥവാ വാസയോഗ്യമല്ലാത്ത പ്രദേശങ്ങളെന്ന് കണ്ടെത്തിയ സ്ഥലങ്ങളിൽ താമസിക്കുന്നവരും അവിടങ്ങളിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തീകരിക്കേണ്ടതാണ്. തൃപ്രങ്കോട് ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷനായി പ്രഖ്യാപിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി. ശാലിനി ഉദ്ഘാടനം ചെയ്തു. KT ജലീൽ MLA ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെയും സഹകരണത്തോടെയാണ് ഡിജിറ്റൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. ഓൺലൈൻ പഠനം ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും സാധ്യമാക്കുന്നതിന്റെ ഭാഗമായി താവന്നൂർ MLA ഡോക്ടർ KT ജലീലിന്റെയും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഡിജിറ്റൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്തിലെ ഡിജിറ്റൽ ഡിവൈസ് ഇല്ലാത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും PTA ജനപ്രതിനിധികൾ, അധ്യാപകർ, സുമനസ്സുകളുടെ സ്പോൺസർഷിപ്പിലൂടെയും ഈ പദ്ധതി വിജയിപ്പിക്കാൻ സാധിച്ചു. 6 സ്കൂളുകളിൽ ഡിജിറ്റൽ ലൈബ്രറിക്ക് തുടക്കം കുറിച്ചു. ഗ്രാമപഞ്ചായത്തിലെ സ്കൂളുകൾക്കുള്ള പഠനോപകരണ വിതരണവും നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി. ശാലിനി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MP അബ്ദുൽ ഫുക്കാർ അധ്യക്ഷനായിരുന്നു. കുട്ടികൾ വിളിച്ചുകൊണ്ടേയിരിക്കും. ഞങ്ങളുടേതായ രീതിയിൽ ആധാർ വാർഡുമെമ്പർമാരും അതിനെ വിളിച്ച് അന്വേഷിച്ചിട്ട് ഒരു സൗകര്യമില്ലാത്ത അർഹതപ്പെട്ട കുട്ടികളെ ലിസ്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ക്ലസ്റ്റർ കോർഡിനേറ്റർ നവീൻ കൊരട്ടിയിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P. കുമാരൻ, V. ലൈല, VP ഷാജഹാൻ, അലവിക്കുട്ടി, പഞ്ചായത്ത് സെക്രട്ടറി സുമേഷ്, സുരേന്ദ്രൻ എന്ന സുരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇംപ്ലിമെന്റ് ഓഫീസർ മുംതാസ് ടീച്ചർ പദ്ധതി വിശദീകരിച്ചു. ഒരു ഇടവേള. വാർത്തകളിൽ തുടർന്നു. വികസന കാര്യങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഫുട്ബോൾ ടീം അംഗങ്ങളെപ്പോലെ ഒരുമിച്ച് നിൽക്കണമെന്ന് കായിക വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാൻ പറഞ്ഞു. താനൂർ പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബ് മന്ത്രിക്ക് നൽകിയ സ്വീകരണത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 5 വർഷം താനൂർ നിയോജക മണ്ഡലത്തിൽ വിവേചനമില്ലാതെ വികസന പ്രവർത്തനം നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള വർഷങ്ങളിലും അത് തുടരും. കുടിവെള്ളം, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവയിലാണ് പ്രധാനമായും ഊന്നൽ നൽകുന്നത്. 100 കോടി ചെലവിൽ താനൂർ സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ 1ാം ഘട്ടം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. 2ാം ഘട്ടത്തിനായി താനൂർ നഗരസഭ, നിറമതുർ, ഉണ്ണിയാൽ എന്നിവിടങ്ങളിൽ ടാങ്ക് നിർമ്മിക്കേണ്ടതുണ്ട്. ഉണ്ണിയാലിൽ ടാങ്ക് നിർമ്മിക്കുന്നതിനുള്ള സ്ഥലം ഏറ്റെടുത്ത ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു. 100 കോടി രൂപയുടെ പ്രവൃത്തിയാണ് നമുക്ക് ചെയ്യുന്നത്. അതിപ്പോൾ നമ്മൾ പൂർത്തിയാക്കും. അതിലൊരു ടാങ്ക് താനൂരിലെയും ഉണ്ണിയാലിലും ടാങ്ക് ബാക്കി നിൽക്കുക. ഉണ്ണിയാലിൽ ടെൻഡറായി കഴിഞ്ഞതാണ് ഉണ്ണിയാൽ ടാങ്ക്.
അത് ആദ്യം നമ്മൾ നിശ്ചയിച്ചപ്പോൾ 12 സെൻറ്റ് സ്ഥലം മതിയായിരുന്നു. ഇപ്പോൾ അത് ഏകദേശം 27 സെൻറ്റും കൂടി വേണം. കാരണം താനൂരിലെ ശുദ്ധജല ടാങ്ക് വന്നില്ലെങ്കിൽ താനൂരിലെ തീരദേശത്ത് കൂടി വെള്ളം പമ്പ് ചെയ്യണമെങ്കിൽ 45,000 ലിറ്റർ ഒരു സമയത്ത് വെള്ളം പമ്പ് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ടാങ്കിൻ്റെ വലിപ്പം സൈസ് വലുതാകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആ പദ്ധതി ഇപ്പോൾ നമ്മൾ ടെൻഡർ വിളിച്ചെങ്കിലും തുടങ്ങാതിരിക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസം തുടങ്ങും. ചെറിയമണ്ടത്തും നേരിട്ട് പമ്പ് ചെയ്യാൻ കഴിയുന്ന ചെറിയമണ്ടം, പൊന്മണ്ടം, താനാളൂരിൻ്റെ കിഴക്ക് ഭാഗങ്ങൾ ഈ സ്ഥലങ്ങളിൽ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ലൈനിന് ആവശ്യമായുള്ള ടെൻഡറുകൾ വിളിക്കാൻ പോവുക. അത് ഈ വരുന്ന SLSCയിൽ സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റിയിൽ അത് പരിഗണനയ്ക്ക് വരും, അത് പാസ്സാവും. അതോടുകൂടി ആ ടെൻഡർ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പ്രവൃത്തി തുടങ്ങുക. അപ്പോൾ ഈ പ്രധാനപ്പെട്ട 3 പഞ്ചായത്തുകളിൽ ശുദ്ധജലം ആദ്യം എത്തുമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നാൽ താനൂർ സ്ഥലം ഏറ്റെടുക്കൽ പൂർത്തീകരിക്കാൻ കഴിയാത്തത് ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ടെന്നും വി അബ്ദുറഹ്മാൻ പറഞ്ഞു. നഗരസഭാ അധികാരികൾക്ക് സ്ഥലം ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സർക്കാർ നേരിട്ട് ഇടപെടുമെന്ന് മന്ത്രി പറഞ്ഞു. താനൂരിൻ്റെ കിഴക്കൻ മേഖലയിലും പടിഞ്ഞാറ് ഭാഗത്തും കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. ഈ കാര്യത്തിൽ പരസ്പരം പഴിചാരലല്ല, പരസ്പരം യോജിച്ചുള്ള പ്രവർത്തനമാണ് അവിടെ നടക്കേണ്ടിയിരുന്നത്. കഴിഞ്ഞ 4 വർഷമായിട്ട് അത് നടന്നു കാണുന്നു. ഇനി നമ്മൾ നഗരസഭയുടെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് അത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നേരിട്ട പദ്ധതി നടത്താനാണ് തീരുമാനം. അതിലേക്ക് കാര്യങ്ങൾ പോകണം. കാരണം ഒരു നഗരസഭയുടെ പ്രവർത്തനം ആ രീതിയിലേക്ക് വന്നിട്ടില്ലെങ്കിൽ അത് നിരവധി കാര്യങ്ങൾ നിലത്താണ്ടാവും. ചിലപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പണത്തിന് ലഭ്യത, അല്ലെങ്കിൽ ആ ടാങ്കിലുള്ള സ്ഥലം ഏറ്റെടുക്കാനുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ അതിനെ തള്ളിക്കളയുന്നുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം 2024 കൂടി കേരളത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ഫണ്ട് പിന്നീട് നമുക്ക് ലഭ്യമാകും. അതിനുശേഷം പിന്നെ ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ നടത്താൻ നിലവിലുള്ള ഒരു സാമ്പത്തിക സ്ഥിതി വെച്ച് സംസ്ഥാന സർക്കാരിന് കഴിയും. പരസ്പരം പഴിചാരി വികസന പ്രവർത്തനങ്ങളുടെ മുഖം തിരിച്ചു നിൽക്കരുതെന്നും യോജിച്ച് നിൽക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. കുടിവെള്ള പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 65 കോടി രൂപ താനൂരിന് മാത്രമായി അനുവദിച്ചിട്ടുള്ളതായി മന്ത്രി അറിയിച്ചു. ഇപ്പോൾ കിഫ്ബി പദ്ധതിയിൽ നിന്ന് 65 കോടി രൂപ താനൂരിന് മാത്രമായി മാറ്റിവെച്ചു. ഇന്നലെയാണ് അതിൻ്റെ അവസാനവട്ട ചർച്ചകൾ ഞാൻ നടത്തിയത്. അത് ഇപ്പോൾ കിഫ്ബിയിൽ വരാൻ പോകുന്നു. എൻ്റെ എസ്റ്റിമേറ്റ് ചെയ്തു 65 കോടി രൂപ താനൂരിൽ മാത്രം കുടിവെള്ളത്തിന് വേണ്ടി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഈ സ്ഥലമെടുപ്പ് താമസിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാനങ്ങൾ മുൻകൈ എടുത്തുകൊണ്ട് തന്നെ ഏത് രീതിയിലും അതെടുക്കും. അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അവർക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അറിയിച്ചാൽ നേരിട്ട് തന്നെ നമ്മൾ ആ സ്ഥലം ഏറ്റെടുക്കണം. താനൂർ സാമൂഹികാരോഗ്യ കേന്ദ്രം താലൂക്ക് ആശുപത്രിയായി ഉയർത്തിയതിന് ഭാഗമായി പ്രാരംഭ നടപടികൾക്കായി 10 കോടി അനുവദിച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും. മാത്രമല്ല, ആരോഗ്യ മേഖലയ്ക്ക് ഉണർവേകിയ മുഴുവൻ പഞ്ചായത്തുകളിലെയും ആരോഗ്യ സബ് സെന്ററുകൾക്ക് പുതിയ കെട്ടിടങ്ങൾ തയ്യാറാക്കുന്നുണ്ട്. കാലപ്പഴക്കം കൊണ്ട് വീർപ്പുമുട്ടുന്ന താനൂർ റെയിൽവേ സ്റ്റേഷൻ നവീകരണ പ്രവർത്തികൾ ഉടൻ ആരംഭിക്കുന്നതോടൊപ്പം തയ്യാൽ റോഡ് റെയിൽവേ മേൽപ്പാല പ്രവൃത്തിയും ത്വരിതഗതിയിൽ പൂർത്തിയാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. മന്ത്രിക്കുള്ള ഉപഹാരം പ്രസ് ക്ലബ് ഭാരവാഹികൾ കൈമാറി. CP ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. അമിത വേഗതയിൽ നിയന്ത്രണം വിട്ട കാർ നിർത്തിയിട്ട സ്കൂട്ടറിലും എതിരെ വന്ന ബൈക്കിലും ഇടിച്ചു. 2 പേർക്ക് പരിക്കേറ്റവരെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചു. ശനിയാഴ്ച ഉച്ചയോടെ വലിയപാടത്താണ് അപകടം നടന്നത്. വട്ടത്താണി ഭാഗത്തു നിന്നും തിരൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറാണ് അപകടം തീർത്തത്. റോഡരികിൽ നിർത്തിയിട്ട സ്കൂട്ടറിലും തുടർന്ന് എതിരെ വന്ന മറ്റൊരു ബൈക്കിലും ഇടിച്ചാണ് കാർ നിന്നത്. അപകടത്തിൽ ബൈക്ക് യാത്രികർക്കാണ് പരിക്കേറ്റത്. ഇരുവരെയും നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ബൈക്കുകൾ പൂർണ്ണമായും തകർന്നു. ആദിവാസികൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഫാദർ സ്റ്റാൻ സ്വാമിയെ ജയിലിലടച്ച ഭരണകൂട ഭീകരതയ്ക്കെതിരെ തിരൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഫാദർ സ്റ്റാൻ സ്വാമിയുടെ ചിത്രത്തിന് മുന്നിൽ ദീപം തെളിയിച്ച് പ്രതിഷേധിച്ചു. തിരൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫാദർ സ്റ്റാൻ സ്വാമിയുടെ ചിത്രത്തിന് മുന്നിൽ ദീപം തെളിയിച്ച് പ്രതിഷേധിച്ചു. അഡ്വക്കേറ്റ് കെ പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു. 2020 ഒക്ടോബർ മാസത്തിൽ അദ്ദേഹത്തെ ബീഹാറിലെ റാഞ്ചിയിൽ വെച്ച്
NIA നരേന്ദ്രമോദിയുടെ NIA അറസ്റ്റ് ചെയ്യുകയുണ്ടായിട്ടുള്ളത്. യാതൊരു കുറ്റവും ചെയ്യാത്ത അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത ശേഷം നേരെ ബീഹാറിലെ സെൻട്രൽ ജയിലിൽ കൊണ്ടുപോയി അടച്ച ശേഷം ഒരു കാര്യം പറയാനുള്ളത്, 10 ദിവസം പോലും പോലീസ് കസ്റ്റഡി ആവശ്യപ്പെട്ടില്ല എന്നാണ് വളരെ നോക്കേണ്ട ആവശ്യമാണ്. ടി രാമൻകുട്ടി അധ്യക്ഷനായിരുന്നു. ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആദിവാസികളുടെ ക്ഷേമത്തിന് വേണ്ടി സ്വജീവിതം പണയം വെച്ച് നടത്തി ജീവിതം പണയപ്പെടുത്തിയ ഒരു വ്യക്തിത്വമാണ് ഫാദർ ജോൺ സ്വാമിയുടേത്. അദ്ദേഹത്തിന് കിട്ടേണ്ട മാനുഷിക പരിഗണനയൊന്നും ലഭിച്ചില്ല എന്ന് മാത്രമല്ല, വിചാരണ തടവുകാരനായി ജാമ്യം നിഷേധിക്കുവന്നതിനു വേണ്ടി NIAയുടെ അഭിഭാഷകർ കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുമ്പോൾ ഇവിടെ നിഷേധിക്കപ്പെടുന്നത് സാമാന്യ മനുഷ്യർക്ക് കിട്ടേണ്ട നീതി നിഷേധമാണ്. ഇത് ജുഡീഷ്യറിയുടെ കണ്ണുപോലും തുറപ്പിക്കേണ്ടതാണ് എന്നാണ് ഈ അവസരത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പറയാനുള്ളത്. അഡ്വക്കേറ്റ് രതീഷ് കൃഷ്ണ, NT വാസു, വിമൽകുമാർ, വിജയൻ ചെമ്പഞ്ചേരി, യാസിർ പയ്യോളി, അഡ്വക്കേറ്റ് രാജേഷ്, അലവിക്കുട്ടി മുക്കാട്ടിൽ, നൌഷാദ് പരന്നേക്കാട്, അരുൺ ചെമ്പ്ര തുടങ്ങിയവർ സംബന്ധിച്ചു. പെട്രോൾ ഡീസൽ പാചകവാതക വില വർധനവിനെതിരെ പ്രതിഷേധിച്ച് AYF ദേശീയവ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി വട്ടത്താണിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. സംസ്ഥാന കൗൺസിൽ അംഗം രജനി മനോജ് ഉദ്ഘാടനം ചെയ്തു. പെട്രോൾ ഡീസൽ പാചകവാതക വില വർധനവിനെതിരെ AYF ദേശീയ വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് വട്ടത്താണിയിലും പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. സംസ്ഥാന കൗൺസിൽ അംഗം രജനി മനോജ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഹാഫില തറയമ്പാട്ട് അധ്യക്ഷയായിരുന്നു. PS ആദേവൻ, അറുമുഖൻ കാളാട് തുടങ്ങിയവർ സംസാരിച്ചു. ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർധനവിലൂടെ കിട്ടുന്ന ലാഭത്തിന്റെ വിഹിതം അത് ആയിരക്കണക്കിന് രൂപ, കോടി വരുന്ന രൂപ വളരെ കൃത്യമായി NDAയുടെയും BJPയുടെയും ഫണ്ടിലേക്ക് ഒഴുകി. ആ ഒഴുകിയ പണം ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത് ജനാധിപത്യത്തെ കച്ചവടവൽക്കരിച്ചുകൊണ്ടാണ് BJP വീണ്ടും അധികാരത്തിൽ വന്നത്. പ്രിയമുള്ളവരെ, ഇതിനെതിരെ ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടിയിരിക്കുന്നു. പ്രസീൻ മഠത്തിൽ T മുഹമ്മദ് റാഫി, C മുഹമ്മദ് ബാസിദ്, NP മുഹമ്മദ് ഷാദിൽ, M റഫീഖ്, KS അഖീൻ, VS രാഹുൽ, E കബീർ, RP ബിച്ചുകോയ, C ഷംവിൽ, സയ്യിദ്, സൗഭാഗ്യൻ പുളിക്കപ്പാട് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ധന പാചകവാതക വില വർധനവിലൂടെ കേന്ദ്ര സർക്കാർ നടത്തുന്ന നികുതി കൊള്ള അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് UDF മുനിസിപ്പൽ പഞ്ചായത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കുടുംബ സത്യാഗ്രഹം നടത്തി. ഇന്ധന പാചകവാതക വില വർധനവിൽ പ്രതിഷേധിച്ചാണ് UDF പഞ്ചായത്ത് മുനിസിപ്പൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കുടുംബ സത്യാഗ്രഹം സംഘടിപ്പിച്ചത്. തിരുമുനിസിപ്പൽ UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ UDF പ്രവർത്തകർ കുടുംബ സത്യാഗ്രഹം നടത്തി. വിവിധ കേന്ദ്രങ്ങളിൽ UDF തിരൂർ നിയോജക മണ്ഡലം ചെയർമാൻ അഡ്വക്കേറ്റ് പത്മകുമാർ, DCC ജനറൽ സെക്രട്ടറി പന്ത്രളി മുഹമ്മദ് അലി, മുനിസിപ്പൽ UDF ചെയർമാൻ യാസിർ പയ്യോളി, കൺവീനർ സൈതാലിക്കുട്ടി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് P രാമൻകുട്ടി, CV വേലായുധൻ, ഇബ്രാഹിം ഹാജി കേടത്തിൽ, അബ്ദുൽ സലാം മാസ്റ്റർ, CV വിമൽകുമാർ, നൌഷാദ് പരന്നേക്കാട്, PKK തങ്ങൾ, ഷറഫുദ്ദീൻ കണ്ടാത്തിൽ, നാസർ പോറൂർ, PV അബ്ദുൽ സമദ്, അരുൺ ചെമ്പ്ര, വിജയൻ ചെമ്പഞ്ചേരി, CV ജയേഷ്, ഷമീർ ബാബു തൃക്കണ്ടിയൂർ, ജംഷീർ പാറയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഗ്യാസിനെ വീട്ടിൽ നിന്നും ശവപ്പെട്ടിയിലേക്ക്, ചിതയിലേക്ക് ഒരുക്കുക, അതേപോലെ തന്നെ ബൈക്ക്, പെട്രോൾ ഡീസൽ വാഹനങ്ങൾ ചിതയിലേക്ക് മാറ്റുക എന്ന പ്രതീകാത്മകമായ സമരരീതിയാണ് ഞാനിവിടെ എൻ്റെ വീട്ടിൽ ചെയ്തിട്ടുള്ളത്. ഇത്തരം പരിപാടി ചെയ്തിട്ടെങ്കിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇതിൻ്റെ നികുതിപ്പണവും വിലയും കുറച്ചുകൊണ്ട് സഹകരിക്കണമെന്നാണ് ഒരു UDF പ്രവർത്തകനായ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വാളയാർ മുതൽ വണ്ടിപ്പെരിയാർ വരെ പ്രതികളെ സംരക്ഷിക്കുന്ന സംസ്ഥാന സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് തിരൂർ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി തിരൂർ സെൻട്രൽ ജംഗ്ഷനിൽ പകൽ പന്തം സമരം സംഘടിപ്പിച്ചു. വർദ്ധിച്ചുവരുന്ന ബാലപീഡനത്തിൽ നിസ്സംഗഭാവം പുലർത്തുകയും പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് തുടരുകയും ചെയ്യുന്ന സംസ്ഥാന സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചാണ് തിരൂർ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി തിരൂർ സെൻട്രൽ ജംഗ്ഷനിൽ പകൽ പന്തം സമരം സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി EP രാജീവ് ഉദ്ഘാടനം ചെയ്തു. അച്ഛനമ്മമാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ആ കുട്ടിയെ പീഡിപ്പിച്ചു തൂക്കിക്കൊന്ന അതിന്റെ കൊലപാതകിയെ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് ഇവിടുത്തെ ഭരണകൂടം പോകുക. ഈ സംഭവം നടക്കുന്നത് ഉത്തർപ്രദേശിലല്ല, ബീഹാറിലല്ല, അല്ലെങ്കിൽ ഇവിടെ നടക്കുന്നത് കേരളത്തിലാണെന്ന് ഓർമ്മ വേണം. ഞാൻ പറയാൻ ആഗ്രഹിക്കുക, എവിടെ ഹാഷ്ടാഗുകൾ, എവിടെ PR വർക്കുകൾ, എവിടെ നിങ്ങളെ സമരമുഖങ്ങൾ, എവിടെ DYFI കാണാനില്ല.
നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് MT മുഹമ്മദ് റിയാസ് അധ്യക്ഷനായിരുന്നു. തിരൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റിഷാദ് വെളിയമ്പാട്ട്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് P രാമൻകുട്ടി, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ജംഷീർ പാറയിൽ, അഡ്വക്കേറ്റ് സുബൈർ മല്ലാഞ്ചേരി, തിരൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് യാസിർ പയ്യോളി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റാഫി വളവന്നൂർ, അഷ്റഫ് ആളത്തിൽ, ഷബീർ നെല്ലിയാളി, രതീഷ് കൃഷ്ണ എന്നിവർ സംസാരിച്ചു. ഷാജു മഠത്തിൽ, ഹുസൈൻ, ദിലീപ്, താജു, മുസഫർ, ഫൈസൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. ശക്തമായ കാറ്റിലും മഴയിലും ആൽമരച്ചില കെട്ടിടത്തിന് മുകളിലേക്ക് മുറിഞ്ഞു വീണു. കൂട്ടായി കോതപ്പറമ്പിൽ ശനിയാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. ഫയർഫോഴ്സ് സംഘവും നാട്ടുകാരും ചേർന്ന് ചില്ലകൾ മുറിച്ചു മാറ്റി. കൂട്ടായി കോതപ്പറമ്പിൽ ശനിയാഴ്ച പുലർച്ചെയുണ്ടായ കാറ്റിലും മഴയിലും 50ലേറെ വർഷം പഴക്കമുള്ള ആൽമരത്തിന്റെ ചില്ല മുറിഞ്ഞു വീണ സമീപത്തെ കെട്ടിടം തകർന്നു. കോതപ്പറമ്പ് സ്വദേശി പുതിയ വീട്ടിൽ സലീമിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടമാണ് തകർന്നത്. മേൽക്കൂര പൂർണ്ണമായും തകർന്നു. ഫർണിച്ചർ കട ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണി 1 മാസം മുമ്പാണ് പൂർത്തിയാക്കിയത്. 1 ലക്ഷത്തിന് മുകളിൽ നഷ്ടമുള്ളതായി പറയുന്നു. രാവിലെ 7 മണിയോടെ തിരുവനന്തപുരത്തെത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് മരത്തിന്റെ ചില്ലകൾ മുറിച്ചു മാറ്റിയത്. സമീപത്തെ ഇലക്ട്രിക് ലൈൻ പൊട്ടി വീണതിനാൽ പ്രദേശത്തെ വൈദ്യുതി ബന്ധവും തകരാറിലായി. കൂട്ടായി കോതപ്പറമ്പിൽ റോഡിന് ഭീഷണിയായി ആൽമരങ്ങൾ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്നു. ഹൈവേ റോഡിന് നിർമ്മാണം നടക്കുന്ന സമയത്ത് ആൽമരങ്ങൾ മാറ്റാതെയാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. ഹൈവേ റോഡിന്റെ നിർമ്മാണം നടക്കുന്ന സമയത്ത് ആൽമരങ്ങൾ മാറ്റാതെയാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇതോടെ ആൽമരങ്ങൾക്ക് ചുറ്റുമുള്ള കുഴിയിൽ നിരവധി യാത്രക്കാരാണ് വീഴുന്നത്. കഴിഞ്ഞ ദിവസം കോതപ്പറമ്പ് ഗ്രാമീണ ബാങ്കിലേക്ക് വന്ന സ്ത്രീയും കൂടെ ഉണ്ടായിരുന്ന ബന്ധുവും കുഴിയിൽ വീണിരുന്നു. വർഷങ്ങൾ പഴക്കമുള്ള ആൽമരങ്ങൾ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുകയാണ്. വിഷയം ചൂണ്ടിക്കാട്ടി പ്രദേശവാസികൾ ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയെങ്കിലും പരിഹാരമാവാത്തതിൽ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. ഹൈവേ അതോറിറ്റിയുടെ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തിൻ്റെ ഭാഗമായി കൂട്ടായും ഈ ഹൈവേയുടെ പുതുതായി നിർമ്മിക്കുന്ന ഹൈവേയുടെ പരിസരങ്ങളിലുള്ള വർഷങ്ങളോളം പഴക്കമുള്ള ഏകദേശം 10-60-70 വർഷത്തോളം പഴക്കമുള്ള വലിയ വലിയ മരങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ പൂർത്തീകരിക്കാത്ത ഹൈവേ നിർമ്മാണം അത് ജനങ്ങൾക്കേറെ ദുരിതത്തിലാക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ തന്നെ ഈ കൂട്ടായി ബാങ്ക്, പോസ്റ്റ് ഓഫീസ്, നിരവധിയായ പൊതുസ്ഥാപനങ്ങളുള്ള ഈ പ്രദേശങ്ങളിൽ നിരവധി വലിയ വലിയ മരങ്ങൾ നിൽക്കുകയും അതൊരു അപകട ഭീഷണി തന്നെ ജനങ്ങൾക്കും തൊട്ടടുത്തുള്ള സ്ഥാപനങ്ങൾക്കും നിലനിൽക്കുന്നൊരവസ്ഥയാണ് ഉള്ളത്. ഈ ഹൈവേ അതോറിറ്റിയുടെ അശാസ്ത്രീയമായ നിർമ്മാണം കാരണം ജനങ്ങൾ ഇന്നലെ ഒരു സ്ത്രീ ഇവിടെ ഈ കുഴിയിൽ വീണ് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ച് അവർ പോവുകയുണ്ടായി. ശനിയാഴ്ച പുലർച്ചെ കോതപ്പറമ്പ് സ്വദേശി പുതിയ വീട്ടിൽ സലീമിന്റെ വാടക കെട്ടിടത്തിന് മുകളിൽ ആൽമരത്തിന്റെ ചില്ല വീണ് കെട്ടിടം തകർന്നിരുന്നു. പത്രപ്രവർത്തകരായ ജനപ്രതിനിധികളെ ആദരിച്ചു. താനൂർ പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ആദരവ്. താനൂർ നഗരസഭാ കൗൺസിലർമാരായ റഷീദ് മോര്യ, രാധിക ശശികുമാർ എന്നിവരെയാണ് ആദരിച്ചത്. താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K സൽമത്ത് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബ് പ്രസിഡന്റ് CP ഇബ്രാഹിം അധ്യക്ഷനായിരുന്നു. ഉബൈദുള്ള താനാളൂർ, ഫായിസ് പകര, മനു വിശ്വനാഥ്, C സദക്കത്തുള്ള, ബാപ്പു വടക്കേൽ, VP ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. റഷീദ് മോര്യ, രാധിക ശശികുമാർ എന്നിവർ മറുപടി പ്രസംഗം നടത്തി. പക്ഷേ താനൂരിലെ പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബിന്റെ ഒരു ഉപഹാരം ഏറ്റുവാങ്ങുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ അഭിമാനകരവും വളരെ സന്തോഷം നിറഞ്ഞതുമായ ഒരു കാര്യമാണ്. അതിന് ഒരുങ്ങിയ പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബിന്റെ ഭാരവാഹികളെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബ് സെക്രട്ടറി P വിജയൻ സ്വാഗതവും റസാഖ് തക്കയിൽ നന്ദിയും പറഞ്ഞു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും MA അറബിക്കിന് 3ാം റാങ്ക് ലഭിച്ച മുബാരിസ് മയ്യേരിയെ ആദരിച്ചു. പറവന്നൂർ ഏരിയ MSMന്റെ നേതൃത്വത്തിലായിരുന്നു അനുമോദന പരിപാടി. ഷബാബ് വാരിക്കയിലെ കോളമിസ്റ്റും MSM സംസ്ഥാന ഭാരവാഹിയുമായ നദീർ കടവത്തൂർ ഉപഹാര സമർപ്പണം നടത്തി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും MA അറബിക്കിന് 3ാം റാങ്ക് ലഭിച്ച മുബാരിസ് മയ്യേരിയെ പറവന്നൂർ ഏരിയ MSMന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. MSM സംസ്ഥാന ഭാരവാഹി നദീർ കടവത്തൂർ ഉപഹാര സമർപ്പണം നടത്തി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MA അറബിക് പരീക്ഷയിൽ 3ാം റാങ്ക് കരസ്ഥമാക്കിയിട്ടുള്ള നമ്മുടെ നാട്ടിലെ മുബാരിസിനെ അഭിനന്ദിക്കുന്ന ചടങ്ങിലാണ് നമ്മളുള്ളത്. MSM പറവന്നൂർ യൂണിറ്റിൻ്റെ ഒരു ഉപസംഹാരം മുബാരിസിന് കൈമാറിയിരിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത് വളരെ വലിയൊരു നേട്ടമാണ്. അതും യൂണിവേഴ്സിറ്റി തലത്തിൽ ഇങ്ങനെ ഒരു റാങ്ക് കരസ്ഥമാക്കുക എന്നുള്ളത് വളരെ വലിയ ഒരു നേട്ടം തന്നെയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുത്തുഞ്ചൻ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിലായിരുന്നു പഠനം. കൽപ്പകഞ്ചേരി പറവന്നൂരിലെ മയ്യേരി ഹസൈനാറിന്റെയും ആമിനയുടെയും 2ാമത്തെ മകനാണ് മുബാരിസ്. ജില്ലാ സെക്രട്ടറി നൌഫൽ പറവന്നൂർ, മണ്ഡലം സെക്രട്ടറി ഹസീൻ മർസൂഖ്, സാലിഹ്, നഹീൽ അമീൻ, യൂനിസ് മയ്യേരി, ഉബൈദുള്ള തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു.
പാചകവാതക വില വർധനവിനെതിരെ ജോയിന്റ് കൗൺസിൽ വനിതാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അടുപ്പുകൂട്ടി സമരം സംഘടിപ്പിച്ചു. ജോയിന്റ് കൗൺസിൽ വനിതാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പാചകവാതക വില വർധനവിനെതിരെ അടുപ്പുകൂട്ടി പ്രതിഷേധം സംഘടിപ്പിച്ചത്. തിരു സിവിൽ സ്റ്റേഷന് മുന്നിൽ സംഘടിപ്പിച്ച സമരം വനിതാ കമ്മിറ്റി സെക്രട്ടറി PG പുഷ്പകുമാരി ഉദ്ഘാടനം ചെയ്തു. ഷീജ മുളമുക്കിൽ, ശ്രീകല, സ്വപ്ന, സാബിറ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടർന്നു. സംസ്ഥാനത്ത് ഇന്ന് 14,087 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,31,682 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.7%. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 109 മരണങ്ങളാണ് COVID-19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 14,489 സംസ്ഥാനത്ത് ഇന്ന് 14,087 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. മലപ്പുറം 1,883, തൃശൂർ 1,705, കോഴിക്കോട് 1,540, എറണാകുളം 1,465, കൊല്ലം 1,347, പാലക്കാട് 1,207, തിരുവനന്തപുരം 949, ആലപ്പുഴ 853, കണ്ണൂർ 765, കാസർഗോഡ് 691, കോട്ടയം 682, പത്തനംതിട്ട 357, വയനാട് 330, ഇടുക്കി 313 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,31,682 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.7%. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 109 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 14,489. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 98 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 13,240 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 696 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 53 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 11,867 പേർ രോഗമുക്തി നേടി. ജില്ലയിൽ ശനിയാഴ്ച 1,883 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ജില്ലയിൽ രേഖപ്പെടുത്തിയ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13.71%. ജില്ലയിൽ ഇതുവരെ 1,286 പേരാണ് കോവിഡ് ബാധിതരായി മരണപ്പെട്ടത്. മലപ്പുറം ജില്ലയിൽ ശനിയാഴ്ച 1,883 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ജില്ലയിൽ രേഖപ്പെടുത്തിയ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13.17%. 1,307 പേർ ശനിയാഴ്ച രോഗമുക്തരായി. ഇതോടെ വിദഗ്ധ പരിചരണത്തിന് ശേഷം ജില്ലയിൽ കോവിഡ് വിമുക്തരായി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയവരുടെ എണ്ണം 3,34,536. ശനിയാഴ്ച രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 1,829 പേർ നേരത്തെ രോഗബാധയുള്ളവരുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ വൈറസ് ബാധിതരായവരാണ്. 14 പേർക്ക് വൈറസ് ബാധ ഉണ്ടായതിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്കും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ജില്ലയിൽ തിരിച്ചെത്തിയ 9 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 30 പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 43,991 പേരാണ് ജില്ലയിൽ ഇപ്പോൾ കോവിഡ് ബാധിതരായി നിരീക്ഷണത്തിൽ കഴിയുന്നത്. 17,632 പേരാണ് ചികിത്സയിലുള്ളത്. ജില്ലയിൽ ഇതുവരെ 1,286 പേരാണ് കോവിഡ് ബാധിതരായി മരിച്ചത്. കേരള മദ്യനിരോധന സമിതി മലപ്പുറം ജില്ലാ കമ്മിറ്റി അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ പ്രസംഗ മത്സര വിജയികൾക്ക് ഉപഹാരം നൽകി. ലഹരി വിരുദ്ധ വിഷയത്തിൽ നടത്തിയ പ്രസംഗ മത്സര വിജയി ആലത്തൂർ ഹൈസ്കൂൾ 9ാം ക്ലാസ് വിദ്യാർത്ഥി VK അഫ്നാസ് പൊയിലിശ്ശേരിക്കാണ് ഉപഹാരം നൽകിയത്. സമിതി ജില്ലാ പ്രസിഡന്റ് മജീദ് മാടമ്പാട്ട്, താലൂക്ക് പ്രസിഡന്റ് കോയ മാസ്റ്റർ, സെക്രട്ടറി സലാം താണിക്കാട്, ജില്ലാ കമ്മിറ്റി അംഗം മുഹമ്മദ് അലി മുളക്കൽ, VK ഗഫൂർ പൊയിലിശ്ശേരി തുടങ്ങിയവർ സംബന്ധിച്ചു. നമ്മുടെ കുട്ടികൾ ഭാവിയിൽ ഇവർ ഇത്തരം ഒരു സംഗതിയുടെ മനസ്സിൽ തങ്ങി നിൽക്കുകയും ഈ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കപ്പെടേണ്ട ലഹരി എന്ന് പറയുന്ന വിഷയത്തോടുള്ള നമ്മുടെ നിലപാട്, അതായത് അത് തുടച്ചു നീക്കപ്പെടേണ്ട ഒരുപാട് രോഗങ്ങൾക്ക് കാരണമാകുന്ന, അതുപോലെ തന്നെ ഏറ്റവും വലിയ തിന്മ എന്ന് അഥവാ തിന്മകളുടെ മാതാവ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ച ഒരു വലിയ തിന്മയ്ക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിന് ഒരു നാന്ദി കുറിക്കാൻ വേണ്ടി തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലെ പ്രഭാത സവാരി കൂട്ടായ്മയായ മോർണിംഗ് സ്റ്റാർ തെക്കുമുറി സീനിയേഴ്സ് ടീം സ്കൂളിന് 4 മൊബൈൽ ഫോണുകൾ കൈമാറി. PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ മൊബൈൽ ഫോണുകൾ ഏറ്റുവാങ്ങി. തിരൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലെ പ്രഭാത സവാരി കൂട്ടായ്മയായ മോർണിംഗ് സ്റ്റാർ തെക്കുമുറി സീനിയേഴ്സ് ടീം സ്കൂളിന് 4 മൊബൈൽ ഫോണുകൾ കൈമാറി. PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ മൊബൈൽ ഫോണുകൾ ഏറ്റുവാങ്ങി. വളരെ നല്ല ഒരു പ്രവർത്തനമാണ് മോർണിംഗ് സ്റ്റാർ തെക്കുമുറി ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്. നിങ്ങളോടുള്ള കടപ്പാട് PTA കമ്മിറ്റിക്ക് എന്നും ഉണ്ടാകും. സ്കൂളിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും നിങ്ങളുടെ സഹായം ഉണ്ടാവാറുണ്ട്. തീർച്ചയായും നിങ്ങളുടെ PTA നിങ്ങളുടെ ഈ പ്രവർത്തനത്തെ എല്ലാ നിലക്കും അഭിനന്ദിച്ചുകൊണ്ട് ഈ പ്രവർത്തനം ഇനിയും തുടരാൻ സ്കൂളിന് നമ്മുടെ ഈ ഡിജിറ്റൽ ഡിവൈസ് തരുന്ന പ്രവർത്തനം മാത്രമല്ല, സമൂഹത്തിൻ്റെ ആകെ നന്മക്ക് നിങ്ങളെപ്പോലെയുള്ള കൂട്ടായ്മകൾക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി.
ചടങ്ങിൽ പ്രിൻസിപ്പൽ രാധാകൃഷ്ണൻ, AK ബാബു, നൌഫൽ, വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ മോർണിംഗ് സ്റ്റാർ സീനിയർ അംഗങ്ങളായ ഹനീഫ വെൽക്കം, ഷറഫുദ്ദീൻ, ഖാലിദ് അഷറഫ് തുടങ്ങിയവർ പങ്കെടുത്തു. തിരു സ്നേഹതീരം വളണ്ടിയർ വിങ്ങിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവൃത്തി നടത്തി. തിരു കിങ്ഷിപ്പ് പരിസരം ശുചീകരണവും ഡേ കെയറുമാണ് ശുചീകരിച്ചത്. ലോക്ക്ഡൌൺ മൂലം അടഞ്ഞുകിടക്കുന്ന തിരു കിങ്ഷിപ്പ് പരിസരമാണ് സ്നേഹതീരം വളണ്ടിയർമാർ ശുചീകരിച്ചത്. ഡേ കെയർ ഹാൾ, ഫിസിയോതെറാപ്പി റൂമുകളുടെ ശുചീകരണവും ഇതോടൊപ്പം നടത്തി. വീൽചെയർ അറ്റകുറ്റപ്പണികളും സ്നേഹതീരം വളണ്ടിയർ വിങ്ങിന്റെ നേതൃത്വത്തിൽ നടന്നു. സ്നേഹതീരം വളണ്ടിയർ വിംഗ് കോർഡിനേറ്റർ നാസർ കുറ്റൂർ നേതൃത്വം നൽകി. വളണ്ടിയർമാരായ റിൻഷിഫ, സനൂബിയ, റിൻഷിദ, സഫ്ന, മുഹ്സിന, ഫർസാന, പ്രജീഷ്, ഹംനാസ്, അരുൺ, ആഷിഖ്, റുക്സാൻ, മിർഷാബ്, മുർഷിദ്, റസാഖ്, ഹബീബ്, രാജേഷ്, മോനു, നാസർ, ഷിബിലി, ഇൻസാം, അസ്ലഹ്, സലാഹുദ്ദീൻ, അനസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തെക്കുമുറി സ്വദേശി കോവിഡ് ബാധിച്ച് മരണപ്പെട്ടു. തെക്കുമുറി സ്വദേശി ചെറിയേരി പീഡിയക്കൽ മുജീബാണ് മരണപ്പെട്ടത്. 49 വയസ്സായിരുന്നു. സലീനയാണ് ഭാര്യ. ഫാരിസ്, ഫയാസ്, ഫവാസ്, ഫജാസ് എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആയുർവേദാചാര്യൻ PK വാര്യർ അന്തരിച്ചു. വിടവാങ്ങിയത് ആയുർവേദത്തിന്റെ മഹിമയെ ലോകമാകെ പടർത്തിയ വ്യക്തിത്വം. മുഖ്യമന്ത്രി, രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. സംസ്കാരം വൈകിട്ട് കോട്ടക്കലിലെ കുടുംബ ശ്മശാനത്തിൽ സർക്കാരിന്റെ പൂർണ്ണ ബഹുമതികളോടെ നടന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതിന് വിലക്ക്. വികസന കാര്യങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഫുട്ബോൾ ടീം അംഗങ്ങളെപ്പോലെ ഒരുമിച്ച് നിൽക്കണമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. ശക്തമായ കാറ്റിലും മഴയിലും ആൽമരച്ചില്ല കെട്ടിടത്തിന് മുകളിലേക്ക് മുറിഞ്ഞു വീണു. കൂട്ടായി കോതപ്പറമ്പിൽ ശനിയാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. കൂട്ടായി കോതപ്പറമ്പിൽ റോഡിന് ഭീഷണിയായി ആൽമരങ്ങൾ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്നതായി പരാതി. സംസ്ഥാനത്ത് ഇന്ന് 14,087 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,31,682 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ഇതോടുകൂടി വാർത്താകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.